പ്രിയപ്പെട്ട വികാരിച്ച മറ്റ് വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഗ്രാൻഡ് മിഷൻ്റെ സന്ധ്യയിൽ നമ്മുടെ വിശ്വാസ വിഷയങ്ങളും തിരുവചനവുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചിരിക്കുന്ന അവസരമാണല്ലോ. ഞാൻ 2-3 നിമിഷങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അധ്യായത്തിലെ ഒരു തിരുവചനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ ആ അധ്യായം വീടുകളിൽ വായിക്കുകയും പുനരുത്ഥാനത്തിൻ്റെ ആ പ്രതിധ്വനി നമ്മളുടെ വീടുകളിൽ എല്ലാം മുഴങ്ങുവാൻ കേൾക്കുവാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ. ആദിമസഭ പ്രീച്ചിങ്ങിന് വേണ്ടി, വചന പ്രഘോഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അടയാളമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലാസറിൻ്റെ ഉയർപ്പ്. ഞാൻ പോകാൻ സാധിക്കുന്ന പള്ളികളിൽ ആ അധ്യായത്തിൽ ഓരോ തിരുവചനത്തെക്കുറിച്ചും 1-2 കുഞ്ഞ് ചിന്തകൾ മാത്രമേ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം, ഞാൻ പോകേണ്ട പള്ളികൾ തീരുമ്പോൾ ഈ 11-ാം അധ്യായവും തീർന്നിരിക്കും. അങ്ങനെ 1-2 തിരുവചനങ്ങൾ മാത്രം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പകലിന് 12 മണിക്കൂറില്ലേ? പകല് നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അതിൻ്റെ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം. ഈശോ സ്നേഹിച്ച ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ, രോഗിയാണ് എന്ന് കേട്ടപ്പോൾ ഈശോ ഒന്നും പ്രതികരിച്ചില്ല. അവരുടെ യഹൂദന്മാരുടെ ആവശ്യവും നമുക്ക് വ്യക്തമല്ല. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വരണമെന്ന് പറഞ്ഞില്ല, രോഗശാന്തി ആവശ്യപ്പെട്ടില്ല, പ്രാർത്ഥന യാചിച്ചില്ല. അങ്ങനെ ഈശോ 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ശിഷ്യന്മാർ തോമായൊക്കെ തടസ്സം പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈശോ ഈ തിരുവചനം പറഞ്ഞത്, പകലിന് 12 മണിക്കൂറില്ലേ? പകല് എന്നുള്ള വാക്കുവഴി, പ്രയോഗശൈലി വഴി കർത്താവ് ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചത് ഈശോയെ തന്നെയാണ്. പകലിന് 12 മണിക്കൂറില്ലേ എന്നുള്ളത് പിന്നീട് വിശ്വാസ സമൂഹം ഈശോയെ പ്രഘോഷിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവിടുന്ന് പറഞ്ഞതാണ്. യഥാർത്ഥ പകല് ഈശോ തന്നെയാണ്. നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കാണുന്ന സൂര്യനല്ല. സൂര്യപ്രകാശത്തിൽ നമ്മൾ നടക്കുമ്പോഴും നമുക്ക് തട്ടി വീഴുന്നില്ല. ആ പ്രകാശം നമ്മെ നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സൂര്യനായ ഈശോയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ആ ഈശോയുടെ സന്ദേശം സ്വീകരിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാപത്തും വരികയില്ല. ശിഷ്യന്മാർ പറഞ്ഞു, നേരത്തെ തന്നെ നിന്നെ കല്ലെറിയാൻ അവർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാസറിൻ്റെ വീട്ടിലേക്ക് നീ ഓടിച്ചെല്ലുമ്പോൾ ഏറെ ഉറപ്പാണ്. അതാണ് അവർ പറഞ്ഞത്. മുൻകൂട്ടി തന്നെ നിനക്ക് ഇത് തരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ പകലിന് 12 മണിക്കൂറില്ലേ? സഭയുടെ പിതാക്കന്മാർ ധാരാളം ദൈവശാസ്ത്ര ചിന്തകൾ പങ്കുവെച്ച ഒരു തിരുവചനമാണിത്. യഥാർത്ഥത്തിലുള്ള സൂര്യനായ ഈശോയ്ക്ക് 12 ശിഷ്യന്മാരില്ലേ?
12 വലിയ പ്രതീകങ്ങളില്ലേ, ആ വെളിച്ചത്തിൽ ലോകം നടക്കണം. പകലിൻ്റെ ഈശോയുടെ, യഥാർത്ഥ സൂര്യനായ ഈശോയുടെ 12 മണിക്കൂറുകളാകുന്ന 12 ശിഷ്യന്മാരാകുന്ന ആ പൈതൃകത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപത്തും വരികയില്ല. അതാണ് ഈശോ പ്രതീകാത്മകമായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ആ തിരുവചനം വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാർ ധാരാളം പേര് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. മരിക്കാൻ പോകുന്ന ഈശോയെ മരണത്തിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയയിലാണ് ശിഷ്യന്മാർ ഏർപ്പെട്ടത്. പലപ്പോഴും നമ്മൾ കാണുന്നത് അതാണല്ലോ. അധ്യാപകർക്ക് ശരിക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ശിഷ്യന്മാർ ഇടപെടുന്നു. ദൈവത്തിൻ്റെ ഹിതം ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവിൻ്റെ കൂട്ടത്തിലുള്ളവർ കർത്താവിനെ അതിൽ നിന്ന് മാറി നടക്കാനായിട്ട്, അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശിഷ്യന്മാരുടെ പ്രേരണ കൂടെ കണ്ടുകൊണ്ടാണ് കർത്താവ് പകലിനെ കുറിച്ച് ദ ലോർഡ് ഹിംസെൽഫ് ഈസ് ദ സ്പിരിച്വൽ ഡേ, ഈശോ തന്നെയാണ് യഥാർത്ഥ പകല്. ആ ഈശോയെ നിങ്ങൾ വേണ്ട രീതിയിൽ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ മരണവും അവൻ്റെ ഉത്ഥാനവും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ചൈതന്യം സ്വീകരിക്കണം. നിങ്ങൾ അന്ധകാരത്തിൻ്റെ മക്കളെ പോലെ പെരുമാറുന്നു എന്നാണ് ഈശോ അവിടെ അർത്ഥമാക്കുന്നത്. എമരിറ്റോസ് പാപ്പ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ജീസസ് ഓഫ് നാസറത്ത് പുസ്തകത്തിൽ 12 ശ്ലീഹന്മാരെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അവര് ഈ ലോകത്തിൽ വരച്ചിട്ടിരിക്കുന്ന റോഡ് മാപ്പാണ്. പണ്ട് ഡ്രൈവ് ചെയ്യുന്നവരെല്ലാവരും റോഡ് മാപ്പ് കൊണ്ടുപോകും, വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. ഈ 12 ശിഷ്യന്മാര് റോഡ് മാപ്പാണ്. അവരുടെ പൈതൃകം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റുപറ്റുകയില്ല, വഴി തെറ്റുകയില്ല. പരിശുദ്ധ പിതാവ് ഈ തിരുവചനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയായിരുന്നു. യഥാർത്ഥ പകല് ഈശോയാണ്. പരിശുദ്ധ പിതാവും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഈ 12 പേരും കൂടെ ഒന്നിച്ച് ഇരുന്നാൽ അവിടെ നമ്മൾ കാണുന്നത് വെയിൽഡ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ രഹസ്യം തന്നെയാണ്, പക്ഷെ അല്പം മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈശോയെ പോലെ അവർ 12 പേരും കൂടിയായാലും ആകുന്നില്ല. വെയിൽഡ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ആണ്. അപ്പോൾ കർത്താവ് നേരിട്ട് അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഈ നിർദ്ദേശം പകലിൻ്റെ 12 മണിക്കൂറുകളിൽ വ്യാപരിക്കാൻ വേണ്ടിയാണ്. ആ പകലിൻ്റെ 12 മണിക്കൂറുകളിൽ നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഈശോയും ഈശോയുടെ ശിഷ്യന്മാരും പഠിപ്പിക്കുവാനിരിക്കുന്ന ആ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവ് പറയുകയായിരുന്നു. ഇന്ന് നമ്മൾ വിശ്വാസ പ്രഘോഷണം നടത്തുമ്പോൾ അത് തന്നെയാണ്. ആ പകലിൻ്റെ 12 മണിക്കൂറുകളും നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇന്ന് ഇരുട്ടിൻ്റെ ലോകത്തിൽ ഗോഡ് എക്ലിപ്സ് എന്ന് എമരിറ്റോസ് പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്ന ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ രാത്രിയിൽ നടക്കുമ്പോൾ തട്ടി വീഴും. ഇന്ന് ഗോഡ് എക്ലിപ്സ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ദൈവഗ്രഹണം ഉണ്ടാകുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നില്ല, പറയുന്നില്ല, അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ഇരുട്ട്. പകലിനെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഗോഡ് എക്ലിപ്സ്, ദൈവഗ്രഹണത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തിൽ നമ്മൾ വിഷമിക്കുകയാണ്. അതിൽ നിന്ന് പുറത്ത് വരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് സാർവത്രിക സഭയിൽ ഈ വിശ്വാസ വർഷം
വിശ്വാസത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ കേൾക്കണം, ഒന്നുകൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അതിൻ്റെ ഒരു പ്രതിധ്വനി, വിശ്വാസ പ്രമാണം നമ്മൾ പാടണം, ചൊല്ലണം, തിരുവചനങ്ങൾ നിരന്തരമായിട്ട് വായിക്കണം, വിശുദ്ധ കുർബാനയിൽ നല്ലതുപോലെ പങ്കെടുക്കണം. അങ്ങനെയാണ് ആ വിശ്വാസത്തിൻ്റെ പ്രതിധ്വനി, ഇക്കോയിങ് നമ്മളുടെ മനസ്സിലും നമ്മുടെ വീടുകളിലുമൊക്കെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഈ 12-ാം അധ്യായത്തിലെ തിരുവചനം നമുക്ക് പ്രത്യേകമായിട്ട് വായിച്ച് ഹൃദിസ്ഥമാക്കാം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ 2-3 നിമിഷങ്ങൾ ചിന്തിച്ച പകലിൻ്റെ 12 മണിക്കൂറുകളും ഈശോയും ഈശോയുടെ ശിഷ്യന്മാരും അവരിലൂടെ നമ്മൾ കാണുന്ന ആ വഴിയും യഥാർത്ഥ ജീവനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ വചന പ്രഘോഷണ സന്ധ്യ നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയിലൂടെ സമൃദ്ധമായ ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഇടവ ദേവാലയത്തിൽ വന്ന് ഈ ഗ്രാമിഷൻ ദിവസം വളരെ മനോഹരമായ സന്ദേശം നിന്ന് നമ്മൾ അനുഗ്രഹിച്ച അഭിനന്ദ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് ദൈവവചന പ്രഘോഷണം തുടരുകയാണ്. അടുത്ത പ്രഭാഷണം